സൗദി അറേബ്യ പ്രഖ്യാപിച്ച വിഷൻ 2030 എ സ്റ്റോറി ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2016 ഏപ്രിൽ 25 പ്രഖ്യാപിച്ച പദ്ധതി 8 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ട് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. വിഷൻ 2030 ഭാഗമായുള്ള പദ്ധതികളെല്ലാം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം പരിവർത്തനത്തിന്റെ കഥകളാണ് പറയാനുള്ളത്. കർമ്മോത്സുകരായ സമൂഹം, മികച്ച സമ്പദ് വ്യവസ്ഥ, ദീർഘവീക്ഷണമുള്ള രാജ്യം എന്നീ 3 ഘടകങ്ങളാണ് പരിവർത്തന കഥയുടെ ആധാരം. സമൃദ്ധമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് സുസ്ഥിര വികസനത്തിലേക്ക് വെളിച്ചം വീശുന്ന പദ്ധതികളാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ 8 വർഷം മുൻപ് പ്രഖ്യാപിച്ചത്. അസ്ഥിരതയും അനിശ്ചിതത്വവും രാജ്യപുരോഗതിയെ പിന്നോട്ട് നയിക്കും. ജനങ്ങളുടെ ക്ഷേമവും സമഗ്ര പുരോഗതിയുമാണ് പരിഷ്കൃത സമൂഹത്തിന് ആവശ്യം. ഇതിനായി തയ്യാറാക്കിയ പ്രായോഗിക തന്ത്രങ്ങളാണ് വിഷൻ 2030. സമൃദ്ധമായ ഭാവി, സുസ്ഥിര വികസനം, ജീവിതം മെച്ചപ്പെടുത്തുന്ന ക്ഷേമം, അതിന്റെ നേട്ടങ്ങൾ വ്യാപിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. രാജ്യത്തിന്റെ എല്ലാ വിഭവങ്ങളിലും ഭൗതികമായി നിക്ഷേപിക്കുന്ന സാമ്പത്തിക വൈവിധ്യ ഭാവി രൂപപ്പെടുത്തുന്ന എണ്ണ ഇതര മേഖലയിലെ ശ്രദ്ധേയമായ പുരോഗതിയാണ് പ്രധാനമായ ഒരു നേട്ടം. സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നതായാണ് അന്താരാഷ്ട്ര സൂചകങ്ങൾ കണക്കാക്കുന്നത്. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക, സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറച്ചു കൊണ്ടുവരിക, വിനോദസഞ്ചാര മേഖലയെ പരിപോഷിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ നടപ്പിലാക്കുക, പ്രതിരോധം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നിവയെല്ലാമായിരുന്നു ലക്ഷ്യം വെച്ചതിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ ഇവിടെയെല്ലാം കഴിഞ്ഞു. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ വൻകിട നിക്ഷേപം നടത്തുന്നതും സൗദി അറേബ്യയിലാണ്. സൗദി വിഷന് കീഴിൽ അവതരിപ്പിച്ച 1064 സംരംഭങ്ങളിൽ 87% പൂർത്തിയായി വരികയാണ്. ഊർജ്ജ കയറ്റുമതിയിൽ ഉണർവ് പകരുന്ന പതിറ്റാണ്ടുകളുടെ ശക്തമായ വളർച്ചയെ പടുത്തുയർത്തിക്കൊണ്ട് സൗദി അറേബ്യ ഇപ്പോൾ പ്രാദേശിക, ആഗോള നിക്ഷേപകർക്ക് വൈവിധ്യമാർന്ന അവസരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു കവാടമായും വികസിത സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ഒരു പാലമായും സൗദി അറേബ്യ ഇതിനോടകം മാറിക്കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യയുടെ എണ്ണ ഇതര GDP രാജ്യത്തിന്റെ മൊത്തം GDPയുടെ 50% വരുമെന്നാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത്. വിഷൻ 2030 സുപ്രധാന പദ്ധതികളിലൊന്നാണ് നിയോം നഗരം. 95% പ്രകൃതി സമ്പുഷ്ടമാണ് പ്രദേശം. 26,500 ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശമായ തബൂക്ക് വിമാനത്താവളത്തിൽ നിന്ന് ദുർഘടമായ ഒറ്റവരി പാത മാത്രമാണ് നിയോം പദ്ധതി പ്രദേശത്തേക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 180 കിലോമീറ്റർ 4 വരി പാത അതിവേഗം പൂർത്തിയാക്കി. നിയോമിൽ രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. നിയോമിന്റെ പ്രിമൈസസിൽ തന്നെ അവരൊരു എയർപോർട്ട് കൊണ്ടുവന്നു. ലാസ്റ്റ് ടൈം നമ്മൾ ആ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ 747 ജംബോ ഫ്ലൈറ്റ്സ് പോലും അവിടെ നിന്ന് ലണ്ടനിലേക്കും ദുബായിലേക്കും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് അവർ നിയോമിൽ കൊണ്ടുവന്നു. പദ്ധതിയുടെ ഭാഗമായി ആ പ്രദേശത്തുള്ള റെഡ് സീ, അമാല, നിയോം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ ട്രൊജാന, സിന്ദാല ഐലൻഡ്സ്, ഒക്സാഗൺ, ദ ലൈൻ, ഈ 4 പ്രൊജക്ട്സും ശരിക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നും, ലോകത്തിന്റെ തന്നെ ആവാസ വ്യവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിഷൻ 2030 ഭാഗമായി ഹ്രസ്വ കാലഘട്ടത്തിൽ നേടിയെടുക്കേണ്ട പദ്ധതികളെ ഏകോപിപ്പിച്ചത് നാഷണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ്. പ്രധാനമായും രാജ്യത്തെ മുഴുവൻ ഭരണക്രമങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനാണ് NTP ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇതിന്റെ ഭാഗമായി സൗദി അതോറിറ്റി ഫോർ ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 2019 രൂപം നൽകി. ഇതോടെ രാജ്യത്തെ മന്ത്രാലയങ്ങൾ, സർക്കാർ ഏജൻസികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സേവനങ്ങളെല്ലാം ഓൺലൈനിലേക്ക് പരിവർത്തനം ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പ്ലാറ്റ്ഫോമായ അബ്ഷിറിൽ 350 ഓൺലൈൻ സർവീസുകൾ സ്വദേശികൾക്കും വിദേശികൾക്കും ലഭ്യമാണ്. 2023 ആദ്യ പകുതിയിൽ 1,20,00,000 സർവീസുകളാണ് അബ്ഷീർ വഴി ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത്. കോവിഡ് മഹാമാരിക്ക് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയം മൊബൈൽ ആപ്പ് വികസിപ്പിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നൽകി. കാലവർഷം ഉൾപ്പെടെ അധ്യയനം തടസ്സപ്പെടുത്തുന്ന വേളയിൽ ഓൺലൈൻ ക്ലാസുകളാണ് നടന്നിരുന്നത്.
കോവിഡ് കാലത്ത് അധ്യയനം മുടങ്ങാതിരുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. ഡിജിറ്റലൈസേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് സൗദി. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സൗദി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോവിഡിൻ്റെ മുമ്പ് തന്നെ മദ്രസത്തി ആപ്പ് നടപ്പിൽ വരുത്തിയ രാജ്യമാണ് സൗദി. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് തന്നെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ നടപ്പിൽ വരുത്തി. സൗദി വിഷൻ 2030യുടെ ഭാഗമായിട്ട് നല്ലൊരു യൂത്ത് വളർന്നു വരണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാണ് സൗദി അറേബ്യ അതിൻ്റെ കരിക്കുലം അടിപൊളി മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. വിനോദ മേഖലയിലും റിയാദ് വിപ്ലവം സൃഷ്ടിച്ചു. സിനിമാ തിയേറ്ററുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ച് 5 വർഷത്തിനകം 52 ഹൈടെക് തിയേറ്ററുകളിലായി 473 സ്ക്രീനുകളാണ് സ്ഥാപിച്ചത്. ജീവിത നിലവാരവും സാമൂഹിക ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വൈവിധ്യമാർന്ന സാംസ്കാരിക മേളകളാണ് രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ ഒരുക്കുന്നത്. ഫിലിം കമ്മീഷൻ രൂപീകരിച്ച സിനിമാ നിർമ്മാണത്തിന് പ്രോത്സാഹനവും നൽകുന്നുണ്ട്. 4 മാസം നീണ്ടുനിന്ന റിയാദ് സീസൺ സാംസ്കാരികോത്സവം ഇന്ത്യ ഉൾപ്പെടെ 7 ഏഷ്യൻ രാജ്യങ്ങളിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾക്കാണ് വേദിയൊരുക്കിയത്. 2020 സാംസ്കാരിക വികസന ഫണ്ട് സ്ഥാപിച്ചു. സാംസ്കാരിക രംഗം കൂടുതൽ ജനകീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ മന്ത്രാലയം. പൈതൃകങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും വിഷൻ 2030 നടപ്പിലാക്കിയ സംരംഭങ്ങളെല്ലാം ലക്ഷ്യം കണ്ടു. യുനെസ്കോ ലിസ്റ്റ് ചെയ്ത സൗദി പൈതൃക സൈറ്റുകളുടെ എണ്ണം 7 ഉയർന്നു കഴിഞ്ഞു. 2030 എക്സ്പോ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് സൗദിയുടെ തലസ്ഥാനമായ റിയാദാണ്. പാരിസ്ഥിതിക സംരംഭങ്ങളിലും വലിയ നേട്ടം സൗദി അറേബ്യ കൈവരിച്ചിട്ടുണ്ട്. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 49 ദശലക്ഷത്തിലധികം മരങ്ങളും 3 ദശലക്ഷത്തിലധികം കാട്ടുതൈകളും നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ 975 ഹെക്ടറിലധികം കാർഷിക ടെറസുകളാണ് സ്ഥാപിച്ചത്. സൗദിയിൽ വിജയകരമായി നടപ്പിലാക്കിയ പരിവർത്തന പദ്ധതികൾ പലതും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. നടക്കാത്ത സ്വപ്നമെന്ന് വിലയിരുത്തിയവരുണ്ട്. എന്നാൽ അസാധ്യമെന്ന് കരുതിയതെല്ലാം യാഥാർത്ഥ്യമായി. അതുകൊണ്ട് തന്നെ 2030 ആകുന്നതോടെ സൗദിയുടെ പരിവർത്തന കഥകൾ സാക്ഷാത്കാരത്തിന്റെ കഥയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.